സുഹൃത്തുക്കളെ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ സങ്കീർണമായിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു കാര്യം ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പുതിയതായി ഒരു ഗവർണർ അധികാരമേറ്റപ്പോൾ കേരളത്തിൻ്റെ ഉന്നത സർവകലാശാല മേഖലകളിൽ, പ്രത്യേകിച്ച് സർവകലാശാല ഭരണരംഗത്ത് എല്ലാ കാര്യങ്ങളും വളരെയധികം മെച്ചപ്പെടും എന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായിരുന്നപ്പോൾ സർവകലാശാല വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി നിരന്തരമായി ഏറ്റുമുട്ടലിലായിരുന്നു. 1956 നവംബർ 1 കേരളം രൂപപ്പെട്ടതിന് ശേഷം സർവകലാശാല മേഖലയിൽ ഈ തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഇത് നിരാധാരരായിട്ടുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ബാധിക്കുന്ന വിഷയം എന്ന രീതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി പൊതുസമൂഹം ഇതിനോട് പ്രതികരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ഒരു ഗവർണർ അധികാരത്തിൽ ഏറ്റിരിക്കുന്നു. കേരളത്തിലെ സർവകലാശാല നിയമം അനുസരിച്ച് ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആളാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവി കൂടി അലങ്കരിക്കുന്നത്. അതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടത്, സർവകലാശാലകൾ ദേശീയ നയപ്രകാരം ഈ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിന്മേൽ സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയമായി ഇടപെടലുകൾ നടത്താൻ പാടില്ല എന്ന കാരണത്താലാണ് സർവകലാശാലകൾക്ക് ഈ പറയുന്ന സ്വയംഭരണ പദവി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് സർവകലാശാലകളുടെ ഭരണത്തിൽ നിലവിലുള്ള പിണറായി സർക്കാർ നിരന്തരമായി ഇടപെട്ടു എന്ന ആക്ഷേപം വളരെയേറെ മുന്നോട്ട് വന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ചാൻസലറും ഈ സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ ശൈഥില്യമുണ്ടായത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉടലെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും 11 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാതിരുന്നിട്ടില്ല. സർവകലാശാലകൾ വൈസ് ചാൻസലർമാർ ഇല്ലാതിരുന്നാൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് മന്ത്രിമാരും MLA-മാരുമല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. പരീക്ഷ പാസ്സാകുമ്പോൾ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടാൻ വൈസ് ചാൻസലറും ഇല്ലാതിരിക്കുക, സർവകലാശാലകളുടെ പാഠ്യക്രമം, പരീക്ഷാ സമ്പ്രദായം, മൂല്യനിർണയം, ഫലം പുറത്തെടുക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ മേൽനോട്ടം, വികസന പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം, ഇവയ്ക്കെല്ലാം മുഖ്യമായ കണ്ണിയായി പ്രവർത്തിക്കേണ്ടത് വൈസ് ചാൻസലറാണ്. അങ്ങനെ ഒരു സ്ഥാനത്ത് താൽക്കാലികമായ ആളുകൾ ഇരിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതാണ് ഈ കൊച്ചു കേരളം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സങ്കടകരം എന്ന് പറയട്ടെ, പൊതുസമൂഹം പോലും വേണ്ട തരത്തിൽ ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്ന ദുരവസ്ഥ കൂടിയുണ്ട്. ഇത് പറയാനുണ്ടായ പ്രധാനമായ പുതിയ സാഹചര്യം, കേരള സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഉടലെടുത്തിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള ഭരണ പ്രതിസന്ധിയാണ്. അവിടെ ഇപ്പോൾ ഒരു താൽക്കാലികമായ വൈസ് ചാൻസലർ മാത്രമേ കേരള സാങ്കേതിക സർവകലാശാലയിലുള്ളൂ. സാങ്കേതികമായിട്ടുള്ള പല കാരണങ്ങളാൽ അവിടെ ഒരു പൂർണ്ണസമയ വൈസ് ചാൻസലറെ നിയമിക്കാൻ സർക്കാരിനോ ചാൻസലർക്കോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈസ് ചാൻസലറെ താൽക്കാലികമായി നിയമിച്ചു.
എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ആ വൈസ് ചാൻസലറെ അംഗീകരിക്കുവാൻ അവിടുത്തെ ഭരണസമിതിയായ സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദമോ തയ്യാറായിട്ടില്ല. ഇത് ഭരണഘടനാപരമായ വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വൈസ് ചാൻസലറെ ചാൻസലർ നിയമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായും അധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പുതിയ വൈസ് ചാൻസലർ വിളിച്ചുകൂട്ടിയതായിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമാണ് ഇപ്പോൾ അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ അജണ്ടയിൽ ഇല്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിർബന്ധിച്ചപ്പോൾ ചുമതലയിലായിരുന്ന അധ്യക്ഷ സ്ഥാനത്തിരുന്ന വൈസ് ചാൻസലർ പറഞ്ഞു, ഇത് അജണ്ടയിൽ ഉൾപ്പെട്ട വിഷയമല്ല. രണ്ടാമതായി, ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ വേണ്ടത്ര രീതിയിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ സാധ്യമല്ല എന്നൊരു നിലപാട് വൈസ് ചാൻസലർ എടുത്തപ്പോൾ അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം കാണേണ്ടത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുമായി ഒരു ബന്ധവുമില്ലാത്തതായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണകക്ഷിയായ CPM-ന്റെ പ്രതിനിധികൾ സിൻഡിക്കേറ്റ് അംഗങ്ങളായി വന്നിരിക്കുന്ന ആളുകളാണ് അവിടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതിലൊരു മുൻ MP ഉണ്ട്, ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ സാമാജികനുണ്ട്, അവരോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ചില ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കേണ്ട രജിസ്ട്രാർ വരെ ഈ പറയുന്ന രാഷ്ട്രീയ വിധേയത്വം കാട്ടിക്കൊണ്ടാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. അത് പഠിച്ചതിന് ശേഷം ആകാമെന്നുള്ള നിലപാട് വൈസ് ചാൻസലർ എടുത്തപ്പോൾ അത് അംഗീകരിക്കാതെ കാര്യങ്ങളുമായി പ്രതിസന്ധികളുമായി മുന്നോട്ട് പോയപ്പോൾ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം പൂർണ്ണമായി അവസാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, അസാധാരണം എന്ന് പറയട്ടെ, അവിടെ ബാക്കി ഉണ്ടായിരുന്നതായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ പ്രതിനിധികളായിട്ടുള്ള ഒരു മുൻ MP, അതുപോലെ തന്നെ ഒരു ഇപ്പോഴത്തെ MLA, അതുപോലെ ഇടതുപക്ഷ സംഘടനയുമായി അടുപ്പമുള്ള രജിസ്ട്രാർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം അവരുടേതായ രീതിയിൽ തുടർന്നു. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നവർ രേഖപ്പെടുത്തി. യഥാർത്ഥത്തിൽ രജിസ്ട്രാർക്ക് യാതൊരു കാരണവശാലും വൈസ് ചാൻസലർ പിരിച്ചുവിട്ട ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അതിലിരുന്നു കൊണ്ട് എടുത്ത തീരുമാനങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും അതിന്മേൽ തുടർ നടപടി ആരംഭിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ആ തീരുമാനങ്ങളെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് രജിസ്ട്രാറോട് വിശദീകരണം ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ ധാർഷ്ട്യത്തോടുകൂടി വിശദീകരണം കൊടുക്കാതെ അദ്ദേഹം ഈ പറയുന്ന വൈസ് ചാൻസലറുടെ ഉത്തരവിനെ ലംഘിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരള സാങ്കേതിക സർവകലാശാല നിൽക്കുന്നത്. സ്വാഭാവികമായി ചാൻസലർ ഇതിനകത്ത് ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ചാൻസലറാണ് വൈസ് ചാൻസലറെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈസ് ചാൻസലർമാരുടെ ഉത്തരവാദിത്വത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോൾ സർവകലാശാലകളുടെ ഭരണമാകെ പ്രതിസന്ധിയിലാകും. തുടർന്നും ഈ തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ നാം ആഗ്രഹിച്ചതുപോലെ കേരളത്തിലെ സർവകലാശാലയുടെ ഭരണസംഘത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അവസാനിക്കാൻ പോകുന്നില്ല, മറിച്ച് കൂടുതൽ ഗുരുതരമാകാനേ പോകുന്നുള്ളൂ എന്നതാണ് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായ വിഷയം. ഈ വീഡിയോയിലെ പ്രധാന പ്രതിപാദ്യവും അതാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളുടെ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഒരു കാരണവശാലും തുടരാൻ പാടില്ല. അവിടെ രാഷ്ട്രീയത്തിന് അതീതമായ തീരുമാനമുണ്ടാകണം.
ചാൻസലറും ഭരിക്കുന്ന സർക്കാരും തമ്മിൽ ഒരു ധാരണയിൽ മുന്നോട്ട് പോകണം. സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശത്തിൽ രാഷ്ട്രീയമായ കൈകടത്തലുകൾ ഉണ്ടാകാനായി പാടില്ല. ആ തരത്തിലുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി പോകുന്നില്ല എങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഭരണപരമായ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആവർത്തിക്കാനാണ് സാധ്യത. ഇപ്പോൾ കേരള സാങ്കേതിക സർവകലാശാലയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ചാൻസലർ ഇടപെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സർക്കാരുമായുള്ള ഏറ്റുമുട്ടലുകൾ മുൻപുണ്ടായതുപോലെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിഗുരുതരമായ ഒരു ഭരണ പ്രതിസന്ധിയും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധിയും ഒക്കെ ആക്കം കൂട്ടി വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിലും നമുക്ക് ആർക്കും അത്ഭുതപ്പെടേണ്ടി വരികയില്ല. അത് ഉണ്ടാകാതിരിക്കാൻ പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഭരണകർത്താക്കൾ സമയോചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സംഘടനത്തിന്റെ പാത ഉപേക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഭാവിയെ കണക്കിലെടുത്തുകൊണ്ട് സമാധാനപരമായി ഈ സർവകലാശാലകൾ നിയമപരമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം.